ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മളിന്ന് കാലങ്ങൾക്ക് ശേഷം ഫ്രീ ഫയറിൽ ഒരു CS മാച്ച് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ ആരും ഇല്ലാത്ത കാരണം 3 വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രീ ഫയർ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളായി, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്ലൂ ക്രിമിനലാണ് എടുത്തേക്കണത്. നമ്മൾ ഈ ഇവൻ്റ് ഒന്നും സ്പിൻ ചെയ്തിട്ടില്ല, പുതിയതായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോവാണ്. ഇനി ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്യാം. നേരെ ഇതിൻ്റെ അകത്തെവിടെയൊക്കെ കയറി പോകാം ഗൈസ്, അതായിരിക്കും നല്ലത്. നേരത്തെ ആ പച്ച സാധനത്തിൻ്റെ പുറകെ ഹൈഡ് ചെയ്യുക. ഏതായാലും എനിമി വരാതെ പറഞ്ഞ് തീരണയ്ക്ക് മുന്നേ അടുത്ത എനിമി 2 പേര് കയറി വന്നു. നമ്മൾ 2 അടിച്ച് നോക്കിയിട്ടുണ്ട്. ഒരുത്തൻ്റെ ഒരു ഹെഡും കൊടുത്ത്. ഓക്കെ, നമുക്കങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. ഇനി ചിലപ്പോൾ അവരുടെ കയ്യിൽ ആ പച്ച സാധനം റീവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണിയാവും. ഏതായാലും 2 അടിച്ച് വെട്ടിയാക്കി. നമ്മുടെ ടീംമേറ്റിനെ ഒരുത്തൻ നോക്കാക്കി അവനെ വടിയാക്കി വിട്ടു. നമ്മൾ 3 എനർജൈസർ അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ നേരെ പോണത്. ഓക്കെ, ഇവിടെ എവിടെയോ എനിമി ഉണ്ടല്ലോ, എവിടെയോ? അതെ, അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ബുക്കോങ് അടിച്ച് പോകാം ഗൈസ്. 2 എനിമി അവിടെ ഉണ്ട്. ഇന്ന് ചാടി കയറി അടിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ റിന്നിൻ്റെ പവറൊക്കെ യൂസ് ചെയ്ത് ഗ്ലൂ വാൾ അങ്ങ് പൊട്ടിച്ച് ഒരുത്തനെ അങ്ങ് നോക്കാക്കി. അടുത്തവന് നമ്മളൊരു ചെറിയ HP വ്യത്യാസത്തിൽ നമ്മൾ അടിച്ച് ഒരു എയ്സ് അങ്ങ് തൂക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു ഇമോട്ടൊക്കെ ഇടാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്കോർ 1-0 ആക്കി. 2ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് USP മാറ്റി വേറെ ഒരു ഗണ്ണങ്ങ് എടുക്കാം. നമ്മൾ നോക്കിയപ്പോഴത്തേക്കും UMP ആണ് കിട്ടിയത് ഗൈസ്. UMP അങ്ങ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇന്ന് നമ്മൾ UMP വെച്ചാണ് കളിക്കാൻ പോണത് ഗൈസ്. പേസ് എടുത്തതിൻ്റെ റിവെഞ്ച് എന്തായാലും ഉണ്ടാവും. നമ്മളതൊന്ന് എൻഹാൻസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. സൂപ്പർ ബോൺ ഫയർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കായാലും ഒന്ന് കയറി നോക്കാം. ഓക്കെ, നമ്മുടെ EP ഒക്കെ ഫുള്ളായിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് ആയത്തേക്ക് നമ്മുടെ റീലോഡും റേറ്റ് ഓഫ് ഫയറും ഒക്കെ ഡബിൾ ആവും ഗൈസ്. നമുക്ക് അതായത് ഈ സൈഡ് വഴി പോകാം. ഇവിടെ എന്നാണല്ലോ ഒരു എനിമി വരാതിരിക്കുകയില്ല. എല്ലാവരുടെയും ഒരു കോമൺ സ്പോട്ടാണ് ഗൈസ് ഇത്. നമുക്കതിൽ ഈ സൈഡിന് ചേർന്നങ്ങ് പോവാം. ഓക്കെ, നമ്മൾ നേരെ ഒരു എനിമീനെ കണ്ട് അപ്പം തന്നെ അടിച്ചവനെ നോക്കിയിട്ടിട്ടുണ്ട്. അടിച്ചങ്ങ് പെട്ടിയാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കിങ് ഫിഷർ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എൻഹാൻസ് ചെയ്ത്. ഏതായാലും നമുക്കിനി അങ്ങ് കയറി ചെല്ലാം ഗൈസ്. ബുക്കോങ് ആക്റ്റീവായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഒരൊറ്റ എനിമി ഇല്ലല്ലോ ഇവിടെ. ഇത് എന്നാടെ ഇത്? ഏതായാലും നമ്മുടെ ടീംമേറ്റ് ഒരുത്തൻ നോക്കായിട്ടുണ്ട്. 2 പേരെ അവന്മാർ തട്ടി. ഞാനും വേറെ ഒരുത്തനും ഉള്ളൂ. അവനാണെങ്കിൽ കയറി ചെല്ലുവാണ് ഗൈസ്. അയ്യോ, 2 പേരുണ്ട്. അവനും നോക്കായിട്ടുണ്ട്. 1v2 സിറ്റുവേഷനാണ് ഗൈസ്. മിക്കവാറും UMP വെച്ച് നമുക്ക് 1v2 എടുക്കാൻ പറ്റുമെന്ന് തോന്നാനില്ല. MP40 ആയിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അവന്മാർ 2 അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളൊരു എനർജൈസർ അടിച്ച് മൂവ്മെൻറ്റ് സ്പീഡൊക്കെ കൂട്ടി നിൽക്കുവാണ്. UMP ആയതുകൊണ്ട് എനിക്ക് തോന്നണില്ല നമുക്ക് ഈ റൗണ്ട് എടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മൾ ഒരുത്തനെ അടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു. അടുത്തവനെ അടിച്ചപ്പോഴത്തേക്കും അവൻ നമ്മളെയും കൊന്നു. ടീംമേറ്റ് അവനെ റീവൈവ് ചെയ്ത് വിട്ടു ഗൈസ്. എന്നാ പറയാനാ, സ്കോർ ഇപ്പോൾ 1-1 നമ്മൾ 3rd റൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഏതായാലും നമ്മൾ വിടിയല്ല ഗൈസ്. UMPക്ക് തന്നെ നമ്മൾ റിവെഞ്ച് എടുക്കും. എൻഹാൻസ് അടിച്ച് എല്ലാം സെറ്റാക്കി നമ്മളൊരു ഹെൽമെറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രിമിനലിയേട്ടൻ ഏതായാലും കൊള്ളാം, അടിപൊളി. നമ്മുടെ ടീംമേറ്റ് സൂപ്പർ ബോൺ ഫയർ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഏതായാലും ഇന്ന് കില്ല് തൂത്ത് വാരണ ദിവസമാണ് ഗൈസ്. ഇന്നേതായാലും ഈ കളി നമ്മൾ വിട്ടു വെക്കാൻ പോണില്ല. ഇത്തവണ അവന്മാർ റണ്ണാക്കി കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ടീംമേറ്റ് എല്ലാം കൂടി ചെതറി അങ്ങ് പോയിട്ടുണ്ട്. നമ്മളേതായാലും ഒന്ന് മാറിപ്പോവാണ് ഗൈസ്. ഇവിടെ ഏതായാലും ഒരുത്തം വരും ഈ ഒരു സ്പോട്ടിലോട്ട്. നമ്മുടെ ടീംമേറ്റൊക്കെ കയറി ചെല്ലുവാണ്. ഇനി ഏതായാലും നമുക്ക് ബുക്കോങ് അടിക്കാം ഗൈസ്. ഒരുത്തനങ്ങ് ചാടി കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. ആ കില്ല് നമ്മളിങ്ങനെ കുമ്മനടിച്ചു പോട്ടെ. പിന്നെ താഴെ ഒരുത്തൻ നിന്ന് കറങ്ങുവാണ്. അവനെയും കുറച്ച് ഡാമേജ് കൊടുത്ത് അടിച്ച് വെട്ടിയാക്കി. പിന്നെ നമുക്ക് ഡബിൾ കില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളായാലും കയറി ചെന്നങ്ങ് അടിക്കുവാണ് ഗൈസ്. നമ്മുടെ ടീംമേറ്റ് ഒരുത്തൻ ഓടി അങ്ങ് ചെല്ലണുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. നമുക്ക് ഈ പെട്ടി ഒന്ന് ലൂട്ടാം ഗൈസ്. നമ്മുടെ ടീംമേറ്റ് ചാടി കയറി നേരെ നോക്കായി. അവിടെ തന്നെ വെട്ടിയായി ഗൈസ്. ഒരുത്തനവിടെ ഒളിച്ച് നിൽപ്പുണ്ട്. പിന്നെ എവിടെ പോയി കാണുന്നില്ലല്ലോ.
ഓക്കെ, ഇതേ 2 ഗ്ലൂ വാളൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. ആദ്യം ഒരുത്തനും ഇവിടെ ഉണ്ട്. അവൻ താഴത്തോട്ട് നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ താഴെ പോയി ഗൈസ്. നമുക്കതായാലും ഇതേ വേറൊരുത്തൻ നിന്നു. അവനെ നമ്മളങ്ങ് അടിച്ച് നോക്കാക്കി. നേരെ നമുക്ക് ഇവനെ അങ്ങ് വെട്ടിയാക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ട്രിപ്പിൾ കില്ല് ഒറ്റ കില്ലോടി കിട്ടിയ ഏസാണ്. ഇതേ നമ്മളേതായാലും അടുത്തവന് കുറച്ച് ഡാമേജ് കൊടുത്തു. അവനവിടെ ഒളിച്ച് നിന്ന് കവർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളേതായാലും ഇത് കയറി ചെന്നപ്പോഴത്തേക്ക് അവൻ നമുക്ക് കുറച്ചുകൂടി ഡാമേജ് തന്നു. സോണിങ് വരുവാണ്, ചാടി കയറി അവനെ അങ്ങ് തട്ടിയിട്ടുണ്ട് ഗൈസ്. നേരെ അടുത്ത ഏസും നമ്മൾ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്കോർ 2-1 ഗൈസ്. നമ്മൾ തന്നെയാണ് ഇത്തവണ ലീഡ്. ഗൈസ്, നമ്മുടെ 4ാമത്തെ റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത്തവണ നമുക്കൊരു പൊട്ടാസ് വഴി കിടന്ന് കിട്ടി. അതങ്ങ് കളഞ്ഞേക്കാം. എന്നിട്ടൊരു വുഡ് പെക്കർ അങ്ങ് തൂക്കാം ഗൈസ്. ഇത് നമ്മളൊരു വുഡ് പെക്കർ എൻഹാൻസ് അടിച്ച് തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെൽമെറ്റ് ഒന്ന് ഡബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് AWM ഒക്കെ എടുത്തുകൊണ്ട് പോകണം. എന്ത് കാര്യത്തിനെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് നമ്മളൊരു ഇമോട്ടൊക്കെ അടിച്ച് വുഡ് പേക്കർ അത്യാവശ്യം കൊള്ളാം ഗൈസ്. പക്ഷെ നമുക്ക് വുഡ് പേക്കറിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UMPയിൽ തീർക്കാവുന്ന കേസേ ഉള്ളൂ. ഏതായാലും നമുക്കിത് നമ്മുടെ ടീംമേറ്റിൻ്റെ അടുത്ത് നമ്മളൊന്ന് മാറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതുവഴി അങ്ങ് കയറിച്ചല്ല. ഇത് നമ്മൾ വുക്കോങ് അടിച്ച് ചെല്ലുവാണ് ഗൈസ്. ഏതായാലും ഈ വുക്കോങ്ങിൻ്റെ ക്യാരക്ടർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഏതായാലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോമൺ ക്യാരക്ടർ ഇതാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു വുക്കോങ്, റിന്ന്, പിന്നെ നമ്മുടെ ലിയോണിൻ്റെ പവറും ഉണ്ട്. പിന്നെ നമ്മുടെ മാക്സിമിൻ്റെ എബിലിറ്റി ഉണ്ട്. ഒരുത്തൻ അവിടെ നിന്ന് വട വെടി വെക്കുവാണ് ഗൈസ്. അവനെന്തി അപ്രതീക്ഷിതമായിപ്പോയാ എൻ്റെ പൊന്നെ. നമ്മളൊന്ന് കയറി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൻ അപ്രതീക്ഷിതമായിപ്പോയി ഗൈസ്. അവനിങ്ങനെ കയറി പിന്നെയും വന്നു. അടിപൊളി. നമ്മൾ കുറച്ച് ഹെഡൊക്കെ കൊടുത്ത് അവനെ അങ്ങ് വെട്ടിയാക്കി. ഓക്കെ, നമ്മളിത് അടുത്തവനെ തപ്പുവാണ്. അവരുടെ ടീമിൽ 2 എണ്ണം നോക്ക്. നമ്മൾ വുഡ് പേക്കർ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് അവന്മാരെ അങ്ങ് തട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സ്കോർ 3-1 ഇത്തവണ നമ്മൾ പോയി അടിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ 5ാമത്തെ റൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ UMP നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി നമ്മുടെ വെസ്റ്റും സാധനവും ഗ്ലൂവാളും എല്ലാം നമ്മൾ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ വെടിവെപ്പ് പൂരമാണ് ഗൈസ്. ഏതായാലും മാസങ്ങൾക്ക് ശേഷം വന്നപ്പോഴത്തേക്കും കുറച്ച് ന്യൂബ് പ്ലെയേഴ്സാണോ വന്നതെന്നൊരു സംശയമുണ്ട്. ഇത് ഏതായാലും നമ്മുടെ ബോൺ ഫയറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് റീലോഡ് സ്പീഡൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഫയറും കൊള്ളാം ഗൈസ്. ഏതായാലും നമുക്ക് ഈ സൈഡ് വഴി അങ്ങ് പോവാം. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് നമ്മളെല്ലാ കളിയും കളിക്കാറ്. നേരെ UMP എടുക്കാം ഗൈസ്. എവിടുന്ന സൈഡിൽ നിന്ന് നല്ല കാര്യമായിട്ട് തന്നെ അടി കിട്ടണുണ്ട്. അവന്മാർ മറ്റേ സാധനം പുതിയ ക്യാരക്ടറിൻ്റെ ഒരു എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് മൊത്തം വെടിവെപ്പാണ് ഗൈസ്. ഭയങ്കര വെടിവെപ്പാണ്. ഏതായാലും നമ്മളൊരു എനർജീസർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. എവിടെ എനിമിയൊന്നും ഇല്ലേടേ. എവിടെ നമ്മളിത് ഒരു എനിമീനെ കണ്ട് നമ്മൾ നേരെ വുഡ് പേക്കർ എടുത്ത് അടിക്കാൻ നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് ഒരുത്തൻ അടിച്ച് കയറ്റി ഗൈസ്. നമ്മൾ അവന്മാർ വിട്ടു വെക്കണ ലക്ഷണമില്ല. പടക്കേന്ന് 2 ഷോട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റ് വന്ന് പെട്ടെന്ന് തന്നെ റീവൈവ് ചെയ്ത് വിട്ടു. സൈഡിൽ നിന്ന് ഒരുത്തൻ ചാടി കയറി വന്നു. നമ്മുടെ ടീംമേറ്റ് ഒരു ഏസ് അങ്ങ് എടുത്ത് ഈ കളി പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.